ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ സിവിലൈസേഷൻ്റെ ഒറിജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഫീച്ചേഴ്സിൽ ടൗൺ പ്ലാനിങ് വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി ബാക്കിയുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും പൊളിറ്റിക്കൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, അതിലേക്കൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ, സോ വൺസ് അഗൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് വെച്ചിട്ടാണ്. ഓക്കെ, ദ പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് IVC. ശ്രദ്ധിക്കണം, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമുക്കധികം എവിഡൻസസ് ഇല്ല. കാരണം IVCയിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ IVCക്കകത്തുള്ള പല സ്ക്രിപ്റ്റുകളും നമുക്ക് ഡെസിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ സീലുകളിൽ കൊടുത്തിരിക്കുന്നതാണെങ്കിലും അവിടുത്തെ സ്ക്രിപ്റ്റ് പിക്ടോഗ്രഫി സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നോർമൽ കേസിൽ ഈ പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഡെസിഫൈ ചെയ്യണം, എന്നാലേ കുറച്ചെങ്കിലും ഐഡിയ കിട്ടുള്ളൂ. അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇന്നും എങ്ങനെയായിരുന്നു IVCയിലെ പൊളിറ്റിക്കൽ ലൈഫ് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നിരിക്കണം. അത് ആരായിരുന്നു ഭരിച്ചിരുന്നത് എന്നൊന്നും ഐഡിയ ഇല്ല. കാരണം ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഒരു അർബനൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ദർ വാസ് എ പൊളിറ്റിക്കൽ ലൈഫ്, പക്ഷേ ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് ഇല്ല. ചില തിയറികൾ പറയുന്ന വെച്ചാൽ മേ ബി ദിസ് കുഡ് ബി റൂൾഡ് ബൈ എ ക്ലാസ് ഓഫ് മെർച്ചൻസ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആ ഒരു സിറ്റീസ് എല്ലാം മെർച്ചൻസിന്റെ ക്ലാസ് ആയിരിക്കാം ഭരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഒരു തിയറി പറയുന്നത്. കാരണം ഈ പറയുന്ന ഗ്രെയിൻസും ഫുഡ് ഗ്രെയിൻസും മറ്റൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സർട്ടൻ ഗ്രാനറീസ് അതെ. ഈ ഗ്രാനറീസ് ഇരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ ടൗണിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും സോഷ്യലി ഇലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ ഭരണകർത്താക്കന്മാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്തുന്ന ആൾക്കാരാണ് സാധാരണ കേസിൽ അപ്പർ ടൗണിൽ നിൽക്കുക. ഈ അപ്പർ ടൗണിൻ്റെ സൈഡിലായിട്ടാണ് ഗ്രാനറീസ് ഉള്ളത്. അപ്പോൾ ഗ്രാനറീസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ആ സമയത്ത് ട്രേഡിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ത്രൂ ദീസ് സീൽസ്. അപ്പം മേ ബി ദിസ് സിവിലൈസേഷൻ കുഡ് ബി റൂൾഡ് ബൈ എ ക്ലാസ് ഓഫ് മെർച്ചൻസ്. മറ്റൊരു തിയറി പറയുന്ന വെച്ചാൽ മെർച്ചൻസിന് പകരം പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്ന ഒരു ആള് ഭരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പ്രീസ്റ്റുകൾ ഭരിച്ചിരുന്ന പ്രദേശമായിട്ടും ഒരു തിയറി പറയുന്നുണ്ട്. പുരോഹിതന്മാരുടെ ഭരണമായിരുന്നിരിക്കാം ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് പറയപ്പെടുന്ന ഒരു സ്കൾപ്ചറാണ് ദായി കാണുന്നത്. ദിസ് പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്കൾപ്ചറാണ്. ഓക്കെ, ഇങ്ങനൊരു സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കൾപ്ചർ കേട്ടോ. സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, കല്ലാണ്. ആ കല്ലിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കൾപ്ചറാണ് ഓഫ് പ്രീസ്റ്റ് കിങ്. ഒരു പുരോഹിതന്റെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി ആയിരിക്കാം ഭരിച്ചിരിക്കുക എന്നും തിയറി ഉണ്ട്. മെർച്ചൻസ് ആയിരിക്കാം ഭരിച്ചിരിക്കുക എന്നും പറയുന്നുണ്ട്. ആൻഡ് മേ ബി ദിസ് കുഡ് ബി ഓർഗനൈസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ് സിറ്റി സ്റ്റേറ്റ്സ്. പല പല സിറ്റി സ്റ്റേറ്റുകളായിട്ടായിരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവുക. അത് ഒരുപാട് വലിയൊരു എംപയർ പോലെ ആയിരിക്കാം ഉണ്ടാവുക. അതിനകത്ത് ഓരോന്നും ഭരിക്കാൻ ഓരോരോ പവേഴ്സ് ആയിരിക്കും. ഇപ്പം ഹാരപ്പ ഒരു സിറ്റി ആയിരിക്കും, മൊഹൻജദറോ മറ്റൊരു സിറ്റി ആയിരിക്കാം, ലോത്താൽ അനദർ സിറ്റി ആയിരിക്കും. ഓരോത്തിലും ഓരോരോ ലീഡേഴ്സ് ആയിരിക്കും ഭരിക്കുക. ഇതിനാണ് സിറ്റി സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഭരണമായിരിക്കാം ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുണ്ടാവുക. നമുക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാം. ഓക്കെ, ഇനി കമ്മിങ് ടു ദി സോഷ്യൽ ലൈഫ്. എങ്ങനെയായിരുന്നു IVCയിലെ സൊസൈറ്റി നോക്കുക. ഇന്ന് കാണുന്ന പോലെയുള്ളൊരു കാസ്റ്റ് സിസ്റ്റം, ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, അതൊന്നും ഈ സമയത്ത് ഇല്ല. ഓക്കെ, ക്ലാസ് ഡിവിഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പർ ക്ലാസ്സിലും ലോവർ ക്ലാസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ല ആർട്ടിസൻസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് ഡിവിഷൻസ് ആർ ദയർ, ബട്ട് കാസ്റ്റ് സിസ്റ്റം ആബ്സെന്റ് ആയിരുന്നു. മാത്രമല്ല സതി സിസ്റ്റവും ഈ സമയത്ത് ഇല്ല. അങ്ങനത്തെ ഉള്ള സോഷ്യലി ഈവിൾ ആയിട്ടുള്ള പ്രാക്ടീസസും ആബ്സെന്റ് ആണ്. സൊസൈറ്റി മോർ ഓവർ ഒരു ഇഗാലിറ്റേറിയൻ ആയിരുന്നു. ഇഗാലിറ്റേറിയൻ എന്ന് വെച്ചാൽ എ കൈൻഡ് ഓഫ് ഇക്വാളിറ്റി ഉണ്ടായിരുന്നു. അതിപ്പം ക്ലാസ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും എല്ലാവരെയും ബഹുമാനിച്ചിരുന്നു, എല്ലാവരെയും റെസ്പെക്ട് ചെയ്തിരുന്നു. ആൻ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഓർ ആൻ ഈക്വൽ സൊസൈറ്റി ആയിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. സ്ത്രീകളുടെ കണ്ടീഷനും വളരെയധികം മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. സ്റ്റാറ്റസ് അത്യാവശ്യം ഹൈ ഓണർ സൊസൈറ്റിയിൽ നൽകിയിരുന്നു. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വെയർ നോൺ വെജിറ്റേറിയൻസ്. ഇവർ അനിമൽസിനെ സ്ലോട്ടർ ചെയ്യുമായിരുന്നു, ഭക്ഷിക്കുമായിരുന്നു. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വെയർ നോൺ വെജിറ്റേറിയൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. ഒരു അപ്പർ ഗാർമെന്റ് ഉണ്ട്, ഒരു ലോവർ ഗാർമെന്റ് അല്ലെ. ഒരു അപ്പർ ഗാർമെന്റും ധരിക്കാറുണ്ട്, ഒരു ലോവർ ഗാർമെന്റ്, രണ്ട് ഗാർമെന്റ്സ് ആയിട്ടാണ് ധരിക്കാറുണ്ടായിരുന്നത്.
ആൻഡ് ഓർണമെന്റ്സും ധരിക്കാറുണ്ടായിരുന്നു, മേഡപ്പ് ഓഫ് ഗോൾഡ്, സിൽവർ, കോപ്പർ, പല പല മെറ്റൽസും അതുപോലെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓർണമെന്റ്സും ഇവർ ധരിച്ചിരുന്നു. അപ്പം ഇങ്ങനൊരു സോഷ്യൽ ലൈഫ് എവിടെ പ്രസന്റ് ആയിരുന്നു? IVCയിൽ പ്രസന്റ് ആയിരുന്നു. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആകണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇപ്പം ഹാരപ്പയിലുള്ളത് പോലെ ആയിരിക്കില്ല ലോത്താലിലുള്ള പോലെ ആയിരിക്കില്ല കാലിബംഗനിലുള്ള പോലെ ആയിരിക്കില്ല മാണ്ടയിൽ. ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി 90% എലമെന്റുകളും സിമിലർ ആയിരിക്കും ഇവിടെയൊക്കെ. ഓക്കെ, ഇപ്പം സതി ഇല്ല, കാസ്റ്റ് ഇല്ല, പക്ഷെ ക്ലാസ് ഡിവിഷൻ ഉണ്ട്. ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, വിമൻ അത്യാവശ്യം ഹയർ ഓണർ ഉണ്ടായിരുന്നു, നോൺ വെജിറ്റേറിയൻസ് ആയിരുന്നു, വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു, ആൻഡ് അപ്പർ ആൻഡ് ലോവർ ഗാർമെന്റ് ആൻഡ് ഓൾസോ ഓർണമെന്റ്സും ധരിക്കുമായിരുന്നു, മേഡപ്പ് ഓഫ് certain metals and semi precious stones. ഏകദേശം ഇതുപോലെ ഇരിക്കും. ഞാനൊരു പിക്ചറൈസേഷൻ്റെ ആംഗിൾ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ലോ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ആയിരിക്കാം ഇതിൽ ഏറ്റവും സോഷ്യലി ഇലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞില്ലേ. മേ ബി അഡ്മിനിസ്ട്രേഷൻ വരെ ഇവരായിരിക്കും നോക്കി നടത്തിയിട്ടുണ്ടാവും. പല പല ജോലികൾ നോക്കി നടത്തുന്ന ആൾക്കാർ വേറെയുമുണ്ട്. അഗ്രികൾച്ചർ അതായിരുന്നു ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒക്യുപ്പേഷൻ കേട്ടോ. അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ആർട്ടിസൻസ് ഉണ്ടായിരുന്നു, പോട്ട് മേക്കേഴ്സ് ഉണ്ട്, മുത്തുകൾ ഉണ്ടാക്കുന്ന ബീഡ് മേക്കേഴ്സ് ഉണ്ട്. പല ജോബുകൾ ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റി. ദാറ്റ് വാസ് ഇൻഡസ് വാലി സൊസൈറ്റി. ഇനി റിലീജിയസ് ലൈഫിലേക്ക് എൻ്റർ ചെയ്യാം. എങ്ങനെയായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ റിലീജിയസ് ലൈഫ്? ഒരു മതം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ മതം എന്ന രീതിയിൽ ഉണ്ട്. അതായത് ദൈവം ഉണ്ടാകാം, ദൈവത്തിനെ ഇവർ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു വേ ഓഫ് ലൈഫ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ശരിയാണ്. പക്ഷേ അമ്പലങ്ങളുടെ കൺസ്ട്രക്ഷൻസിൻ്റെ ആരംഭം ഉണ്ടായിട്ടില്ല. അത് IVC നിന്നും ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെമ്പിളിൻ്റെ ആബ്സെൻസ് ഉണ്ട്, നോ ട്രേസ് ഓഫ് ടെമ്പിൾസ്. പക്ഷെ ഒരു റിലീജിയസ് ലൈഫ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവങ്ങളുണ്ടാവും, ദൈവങ്ങളെ ഒരു വർഷിപ്പ് ചെയ്യുന്നുണ്ടാവും, ചില റിച്വൽസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം റിലീജിയൻ്റെ എലമെൻ്റ് ഒക്കെയാണ് അല്ലേ. ഐഡൽ വർഷിപ്പും ഉണ്ടായിരുന്നു, വിഗ്രഹാരാധനയും ഉണ്ടായിരുന്നു. പക്ഷെ അമ്പലങ്ങളുടെ എവിഡൻസുകൾ കിട്ടിയിട്ടില്ല. ദ ചീഫ് മെയിൽ ഡയറ്റി വാസ് പശുപതി, അഥവാ നമ്മൾ പ്രോട്ടോ ശിവ എന്നൊക്കെ പറയും. ഞാൻ കാണിച്ചു തരാം. നമുക്ക് സീലുകളിലാണ് ഈ പശുപതിയുടെ ഡെപ്പിക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് പശുപതി എന്ന് പറയുന്നൊരു ദൈവത്തിനെ ആയിരിക്കാം എന്നാണ് പറഞ്ഞത്. ദ മെയിൽ ഗോഡ് പശുപതി. കാണിച്ചു തരാം, സീലിന് എങ്ങനെയാണ് കാണിച്ചു തരാം. പിന്നെ ചീഫ് ഫീമെയിൽ ഡയറ്റി ആയിട്ട് പറയുന്നത് മദർ ഗോഡസ് ആണ്. മദർ ഗോഡസിന്റെ ഒരുപാട് സ്കൾപ്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെറാക്കോട്ട, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിഫറെൻറ്റ് മദർ ഗോഡസിന്റെ സ്കൾപ്ചേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മദർ ഗോഡസിനെയും ഇവർ വർഷിപ്പ് ചെയ്തിരുന്നു. അതുപോലെ ഫാലിക് വർഷിപ്പ് ഉണ്ടായിരുന്നു, ഈ ലിംഗം യോനി വർഷിപ്പ്. നമ്മൾ ശിവലിംഗം പ്രാർത്ഥിക്കാറില്ല, അതുപോലെ ഫാലസിനെ വർഷിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഗോസ്റ്റിനെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഈവിൾ ഫോഴ്സസ്, നല്ലതുണ്ടെങ്കിൽ മോശവും ഉണ്ടാകും എന്നൊരു ധാരണയുണ്ട്. ദൈവമുണ്ടെങ്കിൽ ഗോസ്റ്റും ഉണ്ടാകും, അല്ലെങ്കിൽ ഈവിൾ ഫോഴ്സസും ഉണ്ടാകും. ഈവിൾ ഫോഴ്സസിന് രക്ഷ നേടാനായിട്ട് ഇവർ ചില രക്ഷകൾ കെട്ടുമായിരുന്നു, ആമുലറ്റ്സ്. കയ്യിൽ ചില രക്ഷകളൊക്കെ കെട്ടുമായിരുന്നു, മാലയായിട്ട് ചെറിയ ബോൺ ആമുലറ്റ്സ് ഒക്കെ ധരിക്കുമായിരുന്നു. ഇതൊക്കെ ഈവിൾ ഫോഴ്സസിന് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ദേ ബിലീവ്ഡ് ഇൻ ഈവിൾ ഫോഴ്സ് അല്ലേ. പിന്നെ ആനിമൽസിനെയും ട്രീസിനെയും വർഷിപ്പ് ചെയ്യാറുണ്ട്. ആനിമൽസിൽ നമുക്ക് ഈ സീലുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ആനിമലാണ് യൂണിക്കോൺ, അതുപോലെ ബുള്ള്. ഇത്തരം ആനിമൽസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സീലുകളിൽ കാണാൻ പറ്റുന്നത്. യൂണിക്കോൺ എന്നൊരു ആനിമൽ ശരിക്കും ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, ഒരു മിത്തിക്കൽ ക്രീച്ചർ ആയിട്ടാണ് പറയുന്നത്. അത് IVCയിലെ ഹിസ്റ്ററിയിൽ മാത്രമല്ല, യൂറോപ്യൻ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ കേൾക്കുന്നൊരു ആനിമലാണ് യൂണിക്കോൺ. നിങ്ങൾ ഹാരി പോട്ടർ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹാരി പോട്ടറിലും പറയുന്നുണ്ടല്ലേ യൂണിക്കോൺസിനെ കുറിച്ച്. അപ്പോൾ അതൊരു മിത്തിക്കൽ ക്രീച്ചറാണ്. യൂണിക്കോണിൻ്റെ സീലുകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബുള്ളിൻ്റെ സീലുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും വർഷിപ്പ് ചെയ്തിരുന്നു എന്ന ആംഗിൾ തന്നെയാണ് പറയുന്നത്. പിന്നെ മരങ്ങളെ വർഷിപ്പ് ചെയ്തിരുന്നു, ചെറിയ പ്ലാന്റുകളെ വർഷിപ്പ് ചെയ്തിരുന്നു. മരങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പീപ്പിൾ ട്രീ ആണ്, ആൽമരങ്ങൾക്കാണ്. പീപ്പിൾ, നീം, ഈ 2 ട്രീസിനാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെയിൽ ഡേറ്റി ഉണ്ട്, ഒരു ഫീമെയിൽ ഡേറ്റി ഉണ്ട്, ഫാലിക് വർഷിപ്പ് ഉണ്ടായിരുന്നു, ഈവിൾ ഫോഴ്സസിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ട്രീസിനെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആനിമൽ വർഷിപ്പും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് റിലീജിയനും കൂടെ ഉണ്ട്, റിലീജിയസ് ലൈഫ് കൂടിയുണ്ട്. ഈ ആൻസിസ്ട്രൽ വർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, പൂർവികരുണ്ടാവില്ലേ, അവരെ മരിക്കുമ്പോൾ അവരടക്കമൊക്കെ ചെയ്യും, ബറി ചെയ്യും. അപ്പോൾ അവരെയും വർഷിപ്പ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്കും ഓഫറിങ്സ് ഒക്കെ വെക്കുമായിരുന്നു.
എന്നും പറയപ്പെടുന്ന ആൻസിസ്ട്രൽ വർഷിപ്പിനെ കുറിച്ചും ചില കോണ്ടെക്സ്റ്റുകളിൽ പറയാറുണ്ട്. അതും റിലീജിയൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഓക്കെ.